സമൂവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ ബൈബിളിലെ ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു ഭാഗം. ഹന്നയ്ക്ക് കുഞ്ഞുങ്ങളില്ല, എൽക്കാനയാണ് ഭർത്താവ്, അയാളുടെ മറ്റൊരു ഭാര്യയ്ക്ക് കുഞ്ഞുങ്ങളുണ്ട്. അതും പറഞ്ഞ് ഹന്നയെ സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നാട്ടുകാർ മുഴുവൻ. ആ സമയത്ത് എന്ത് ചെയ്യണം, ജീവിതം തന്നെ അവസാനിപ്പിച്ചാലോ എന്നുള്ള അത്ര സങ്കടത്തിലൂടെ പോകുന്ന ഹന്നയെ ചെന്ന് ചേർത്ത് പിടിച്ചിട്ട് എൽക്കാന പറയുന്ന വാക്കുകളുണ്ട്. നീ എന്തിനാണ് ദുഃഖിക്കുന്നത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാളും മേലെയല്ലേ. നീ എന്തിനാണ് ദുഃഖിക്കുന്നത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാളും മേലെയല്ലേ. എന്തൊരു റൊമാൻറ്റിക് ആണ് കാര്യം. കുടുംബത്തിൽ വേറെ എവിടെ നടക്കും ഇത്? ഇങ്ങനെയൊന്ന് സ്നേഹിക്കാനും ഇങ്ങനെയൊന്ന് ആശ്വസിപ്പിക്കാനും. അതിൻ്റെ ബലം കൊണ്ട് ഹന്ന കർത്താവിൻ്റെ സന്നിധിയിൽ പോയി കുഞ്ഞിന് വേണ്ടി യാചിക്കുന്നുണ്ട്. സാമുവേൽ എന്ന് പറയുന്ന മഹാനായ ഒരു കുഞ്ഞിന് അവൾ ജന്മം നൽകുന്നു. മനുഷ്യരെയൊക്കെ ബലപ്പെടുത്താനായിട്ടുള്ള, കൂടെയുള്ളവരെയൊക്കെ ബലപ്പെടുത്താനായിട്ടുള്ള ഇടത്തിന്റെ പേരാണ് കുടുംബം. എൻ്റെ ദൈവമേ, എന്തൊരു സാധ്യതയാണ് ഒരു കുടുംബത്തിൽ നടക്കുന്നത്. ഇത്രയും പേര് ഇത്രയും അറ്റാച്ച്ഡ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. അത് നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവിൻ്റെ ഈ ഒരു ആഗ്രഹം, ഈ ഒരു സ്വപ്നം, ഈ ഒരു സ്നേഹം നിറവേറട്ടെ എന്നൊന്ന് പ്രാർത്ഥിക്കും. ഒരു കാരണവശാലും ഇങ്ങനെ തളർന്നു പോകുന്നവരെ വിട്ടുകളയാതിരിക്കാനും പറ്റുന്നത്ര വലിയ സ്നേഹം, ബലപ്പെടുത്തുന്ന സ്നേഹം, ചേർത്ത് പിടിക്കുന്ന സ്നേഹം കർത്താവേ ഞങ്ങളുടെ കുടുംബത്തിനുമേൽ അങ്ങയുടെ ആശീർവാദം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ ഒരു അടുപ്പത്തിന് വേണ്ടിയിട്ടാണ്, ഇങ്ങനെ ഒരു ഇൻറ്റിമസിക്ക് വേണ്ടിയിട്ടാണ്, ഇങ്ങനെ ഒരു ചേർത്ത് പിടിക്കലിന് വേണ്ടിയിട്ടാണ്. ഈശോയെ, ഞങ്ങളുടെ മേൽ കനിവാകണമേ. അവിടുത്തെ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ ബന്ധങ്ങളെ, കുടുംബത്തെ വിശുദ്ധീകരിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടി